നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ പ്രതിരോധത്തിലാക്കി ചലച്ചിത്ര മേഖലയിൽ നിന്ന് പ്രമുഖരുടെ സാക്ഷിമൊഴി പുറത്തായതിനു പിന്നാലെ കാവ്യമാധവൻ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയും പുറത്ത്. നടി ആക്രമിക്കപ്പെട്ട വിവരം ദിലീപ് പറഞ്ഞത് രാവിലെ. പൾസസുനിയെ ഒരു പരിചയമില്ല. നടി ഇല്ലാത്ത കാര്യങ്ങൾ ഇമാജിൻ ചെയ്ത് പറയുന്ന ആൾ. തന്നെയും ദിലീപിനെയും എല്ലാവർക്കുമിടയിൽ മോശമായി ചിത്രീകരിച്ചെന്നും കാവ്യമാധവൻ. കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കെ താരത്തിന് കൂടുതൽ പ്രതിരോധം തീർത്ത് ശക്തമായ മൊഴിയുമായി മുൻ ഭാര്യ മഞ്ജു വാര്യർ രംഗത്തെത്തിയത് ഇന്നലെ. ദിലീപും കാവ്യമാധവനും തമ്മിൽ അവിഹിത ബന്ധമുണ്ടായിരുന്നു. ഇരുവരും തമ്മിലുള്ള ബന്ധം തന്നെ അറിയിച്ചത് അക്രമത്തിന് ഇരയായ നടി. കാവ്യമാധവനുമായി അവിഹിത ബന്ധമുണ്ടെന്ന് ദിലീപിന്റെ ഫോണിലെ മെസ്സേജുകളിൽ നിന്ന് മനസ്സിലാക്കിയെന്നും അക്കാര്യം സുഹൃത്തുക്കളുമായി സംസാരിച്ചിരുന്നുവെന്നും മഞ്ജു വാര്യർ. സംഭവത്തിൽ പ്രതികരണവുമായി സിനിമാ മേഖലയിലെ കൂടുതൽ താരങ്ങളും. നടിയോട് ദിലീപിന് ദേഷ്യമുണ്ടായിരുന്നതായി സംയുക്ത വർമ്മയും വിവാഹമോചനത്തിന് ശേഷം മഞ്ജുവിന്റെ ആദ്യ ചിത്രമായ ഹൗൾ ഡാറിയിൽ നിന്ന് പിന്മാറാൻ ദിലീപ് തന്നെ പ്രേരിപ്പിച്ചിരുന്നതായി കുഞ്ചാക്ക ബോബനും. അമേരിക്കൻ പര്യടനത്തിന്റെ അവസാന ദിവസം രാത്രി ഹോട്ടൽ മുറിയിൽ കാവ്യയുമായി ദിലീപ് ഏറെ നേരം സംസാരിച്ചതിന് താൻ സാക്ഷിയെന്ന റിമി. മലയാളികളെയും സിനിമാ മേഖലയിലുള്ളവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നല്ലോ കൊച്ചിയിലെ നടി ആക്രമിക്കപ്പെട്ട ആ ഒരു കേസ് പുറത്തു വരുന്നതും. ഇതിന് പിന്നാലെ ദിലീപിന്റെ പേര് ഉയർന്നു വന്നതോടെ ദിലീപിനെ പിന്തുണച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തിയത്. സിനിമാ മേഖലയിലെ പലരും ഇതിനോടകം തന്നെ പരസ്യമായി രംഗത്ത് വന്നു കഴിഞ്ഞിരുന്നു. എന്നാൽ ഈ ഒരു നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഒന്നാം പ്രതിയായി പൾസർ സുനി നടത്തിയിരിക്കുന്ന ചില വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത്. ദിലീപിന്റെ ഇപ്പോഴത്തെ ഭാര്യയായ കാവ്യമാധവനുമായി ബന്ധപ്പെട്ട കുറച്ചേറെ കാര്യങ്ങളാണ് പൾസർ സുനി പുറത്തു പറയുന്നത്. കാവ്യമാധവന്റെ പിതാവിന് തന്നെ പരിചയമില്ല എന്നുള്ള വാദം തള്ളിയിരിക്കുകയാണ് പൾസർ സുനി. തന്നെ അറിയില്ല എന്ന് കാവ്യയുടെ പിതാവ് വിചാരണ വേളയിൽ കോടതിയിൽ പറഞ്ഞത് കേട്ടപ്പോൾ ചിരിയാണ് വന്നതെന്നാണ് ഈ ഒരു പൾസർ സുനി പറയുന്നത്. പൾസർ സുനിയെ പരിചയമില്ല എന്ന് കാവ്യമാധവന്റെ പിതാവ് കോടതിയിൽ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ താനും അദ്ദേഹവുമായി നിരവധി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ട്. അത് സംബന്ധിച്ച തർക്കങ്ങളും ഉണ്ടായി. അങ്ങനെയുള്ള ഒരാളാണ് യാതൊരു മര്യാദയും ഇല്ലാതെ തന്നെ അറിയില്ല എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മറുപടി കേട്ട് ഞാൻ ഞെട്ടിപ്പോയെന്നും പൾസർ സുനി പറയുകയാണ്. നടിയെ ആക്രമിച്ച കേസിലെ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് കാവ്യമാധവന്റെ മാതാപിതാക്കളുടെ മൊഴി അന്വേഷണ സംഘം എടുത്തിരുന്നു. അച്ഛൻ മാധവൻ, അമ്മ ശ്യാമള എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. സംവിധായകൻ ബാലചന്ദ്രകുമാറിനെ സ്ഥിരമായി വിളിച്ചതായി കണ്ടെത്തിയ നമ്പർ താൻ ഉപയോഗിച്ചിരുന്നതല്ല എന്ന് കാവ്യമാധവന്റെ വാദം തെറ്റാണ് എന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ അഭിപ്രായം. തുടർന്ന് മൊബൈൽ സേവന ദാതാക്കളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് കാവ്യയുടെ അമ്മയുടെ പേരിലാണ് ആ ഒരു സിം കാർഡ് എടുത്തതെന്നുള്ളത് കണ്ടെത്തി. എന്നാൽ ഈ ഒരു നമ്പർ താൻ ഉപയോഗിച്ചതല്ല എന്നാണ് മുൻപ് കാവ്യമാധവൻ ചോദ്യം ചെയ്യലിൽ പറഞ്ഞത്. എന്നാൽ ദിലീപുമായിട്ടുള്ള ആ ഒരു വിവാഹത്തിന് മുൻപ് ഈ ഒരു നമ്പർ ഉപയോഗിച്ചാണ് കാവ്യ ദിലീപിനെ വിളിച്ചത് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഈ കാര്യങ്ങളിൽ വിശദീകരണം തേടാനായിരുന്നു മാതാപിതാക്കളുടെ മൊഴിയെടുത്തത്. ഞാനല്ല ഇത് അനുഭവിക്കേണ്ടത്, മറ്റൊരു പെണ്ണാണെന്നുള്ള ദിലീപിന്റെ പ്രസ്താവന ഞാൻ ചെയ്തതല്ല എന്നുള്ള അർത്ഥമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നുള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി വന്ന് പ്രതികരിച്ചിരുന്നു. ആ പെണ്ണിന് വേണ്ടിയാണ് എന്റെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തത് എന്നാണ് എനിക്ക് അതേക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ തോന്നുന്നത്. അല്ലാതെ പല ചർച്ചകളിലും വന്നതുപോലെ അയാളിൽ നിന്ന് മാറ്റി മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു തന്ത്രം പോലെയാണ് ഇതിനെ കൈകാര്യം ചെയ്തത്. ഞാൻ ഇത് അനുഭവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് മുഴുവനും അനുഭവിക്കുന്നത്. അവരെ എന്റെ വീട്ടിൽ കൊണ്ടുവന്നതിനും ഭാര്യയാക്കിയതിനുമൊക്കെ ഞാൻ അനുഭവിക്കുന്നതാണെന്ന അർത്ഥമാണ് ഞാൻ അതിനെ കാണുന്നത് എന്നാണ് ഭാഗ്യലക്ഷ്മി അഭിപ്രായപ്പെടുന്നത്. ഇക്കാര്യങ്ങളൊന്നും കാവ്യമാധവൻ അറിയാതിരിക്കില്ല എന്ന് തന്നെയാണ് 100% ഞാൻ വിശ്വസിക്കുന്നത്. കുറെ കാലം ഭാര്യയല്ലായിരുന്നു എന്നുള്ള തരത്തിലായിരുന്നു ഇവർ തമ്മിലുള്ള ബന്ധം. മഞ്ജുവിനേക്കാൾ അധികം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തത് കാവ്യമാധവൻ എന്ന വ്യക്തിയെയാണ്. നമ്മളും കുറെ കാലം ഈ ഒരു മേഖലയിൽ തന്നെയായിരുന്നല്ലോ, ഇപ്പോഴുമാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇത് ഒരിക്കലും അറിയാതിരിക്കില്ല. പോയ കാര്യം എന്താ എന്ന് കാവ്യമാധവൻ ചോദിക്കുന്നതിനെ കുറിച്ച് ബാലചന്ദ്രകുമാർ പറഞ്ഞിരുന്നു. ഇതെല്ലാം കാവ്യമാധവനും ദിലീപും ഒക്കെ അറിഞ്ഞാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ആ വീട്ടിലെ മറ്റുള്ളവർ അതിനുശേഷമായിരിക്കാം അറിഞ്ഞതെന്നും ഭാഗ്യലക്ഷ്മി അഭിപ്രായപ്പെടുന്നു. ചേട്ടൻ അങ്ങനെ ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ആ വീട്ടിലുള്ളത്. പക്ഷേ കാവ്യ അറിയാതെ ആ വീട്ടിൽ ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. തീർച്ചയായിട്ടും കാവ്യയ്ക്കും ഇതേക്കുറിച്ചും അറിയാമായിരിക്കും. വീട്ടിൽ കൊണ്ട് നടക്കുന്നതിൽ നല്ലത് ലക്ഷ്യയിൽ കൊണ്ടുപോയി കൊടുക്കുന്നതാണ് സേഫ് എന്ന് കരുതി കാണും. അമ്മയും സഹോദരനും സഹോദരിയും മകളും ഒക്കെ അറിയാതിരിക്കാൻ രണ്ടുപേരും ചേർന്ന് കളിച്ച കളിയാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സ്വന്തം അഭിഭാഷകനെ വെക്കുന്ന കാര്യത്തെക്കുറിച്ച് അതിജീവിതയോട് ചോദിക്കാറുമുണ്ടായിരുന്നു. സർക്കാരല്ലേ കേസ് നടത്തുന്നത്, അപ്പോൾ എനിക്ക് അത്തരത്തിലുള്ള ഇടപെടൽ നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ടോ എന്ന് എനിക്കറിയില്ലല്ലോ. എന്നെ പൂർണ്ണമായും സംരക്ഷിക്കുന്നത് സർക്കാരാണ് എന്നുള്ള വിശ്വാസത്തിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പ്രോസിക്യൂട്ടറെ വെക്കുന്നതിനെ സംബന്ധിച്ച് ചർച്ചകൾ നടക്കുകയാണെന്നും അത് ആ രീതിയിൽ തന്നെയാവും മുന്നോട്ട് പോവുക എന്നും അവർ വ്യക്തമാക്കി. ഈ കേസിൽ അതിജീവിത തന്നെ വിജയിക്കുമെന്നുള്ള വിശ്വാസം നമുക്ക് തീർച്ചയായിട്ടുമുണ്ട്. അവർ വിജയിക്കുന്നത് വരെ നമ്മൾ എല്ലാവരും ഇതിന്റെ പിന്നിൽ തന്നെ ഉണ്ടാകും. അതിജീവിതയുടെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. കോടതിയിൽ ചെല്ലുമ്പോൾ ഒരു പെണ്ണിനോട് എല്ലാം തുറന്നു പറയാൻ സാധിക്കും. ആ ഒരു വിശ്വാസത്തിലാണ് ഒരു വനിതാ ജഡ്ജി വേണമെന്നുള്ള ആവശ്യപ്പെട്ടത്. ആ വിശ്വാസമാണ് അവൾക്ക് ഏറ്റവും വലിയ തിരിച്ചടി ആയിരിക്കുന്നതെന്നും ഭാഗ്യലക്ഷ്മി കൂട്ടിച്ചേർത്തു.
അത് മാത്രവുമല്ല, ചോദ്യം ചെയ്യൽ നീട്ടിക്കൊണ്ടുപോയ കാലയളവിൽ കാവ്യയ്ക്ക് നല്ലൊരു ട്യൂഷൻ ലഭിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. നന്നായി പഠിപ്പിച്ചും വിട്ടിട്ടുണ്ട്. അഭിഭാഷകർ അവരുടെ എത്തിക്സ് മറന്നുകൊണ്ടാണ് കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതിഭാഗത്തിന് വേണ്ടി വാദിക്കുന്ന അഭിഭാഷകർക്ക് അല്പം മനസാക്ഷി ഉണ്ടാകും. എന്നാൽ ഇവിടെ പ്രതികൾ ചെയ്ത എല്ലാ വൃത്തികേടുകളും അറിഞ്ഞുകൊണ്ട് തന്നെ തെളിവുകളെല്ലാം അഭിഭാഷകർ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മഞ്ജുവിനൊപ്പം ജീവിച്ചതിനേക്കാൾ കൂടുതൽ ദിലീപ് ജീവിച്ചത് കാവ്യക്കൊപ്പമായിരിക്കും. കാരണം ഇദ്ദേഹത്തെ മനസ്സിലാക്കാൻ മഞ്ജുവിനെ മനസ്സിലാക്കാൻ ഇദ്ദേഹത്തിനോ സാധിച്ചിട്ടുണ്ടാവില്ല. കേരള ജനതയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് അവർ രണ്ടുപേരുടെയും ആവശ്യമാണ്. ദിലീപും കാവ്യയും വിവാഹിതരായപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ മറ്റൊരു പ്രതിച്ഛായയാണ് വന്നത്. ആ പ്രതിച്ഛായ ഇല്ലാതാകണമെങ്കിൽ ഈ കളികളെല്ലാം ഒന്നിച്ചു നിന്ന് കളിച്ചേ പറ്റൂ. ഇതായിരുന്നു ഭാഗ്യലക്ഷ്മി പറഞ്ഞിരുന്ന കാര്യങ്ങൾ. 2017 ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ മാഡം എന്ന സ്ത്രീ സാന്നിധ്യം ഉയർന്നു വന്നുവെങ്കിലും സംഭവങ്ങളിൽ കാവ്യയുടെ സാന്നിധ്യം സംശയിക്കാവുന്ന തെളിവുകളൊന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നില്ല. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം സംവിധായകനും ദിലീപിന്റെ മുൻ സുഹൃത്തുമായ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ നടന്ന തുടരന്വേഷണത്തിൽ ലഭിച്ച ഡിജിറ്റൽ തെളിവുകൾ പ്രകാരം കേസിൽ കാവ്യയുടെ പങ്കും അന്വേഷണ സംഘം സംശയിച്ചിരുന്നു. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങളുള്ള മെമ്മറി കാർഡ് പൾസർ സുനി എത്തിച്ചത് കാവ്യയുടെ ഉടമസ്ഥതയിലുള്ള ലക്ഷ്യ എന്ന സ്ഥാപനത്തിലാണ്. നടി ആക്രമിക്കപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് കാവ്യ തൃശൂരിലേക്ക് പോയപ്പോൾ ഡ്രൈവറായി ഒപ്പമുണ്ടായിരുന്നതും പൾസർ സുനിയായിരുന്നു. നടി ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങളാണ് മെമ്മറി കാർഡിൽ എന്നറിയാവുന്ന തരത്തിലായിരുന്നു ലക്ഷ്യയിൽ അന്ന് കാവ്യയുടെ പെരുമാറ്റമെന്നും ബാലചന്ദ്രകുമാർ നൽകിയ മൊഴിയിലുണ്ട്. ഇതിനെല്ലാം പിന്നാലെയാണ് ഈ ലക്ഷ്യ എന്ന സ്ഥാപനത്തിൽ തീപിടിച്ചിരുന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് അറിയപ്പെടുന്നത്. ഇതിലും ദുരൂഹത പലരും ഉയർത്തിയിരുന്നു. VIP ശരത്ത് നടിയെ ആക്രമിച്ച ദൃശ്യങ്ങളുമായി ദിലീപിന്റെ വീട്ടിലെത്തുമ്പോൾ കാവ്യയുടെ അടുത്ത സുഹൃത്തായ മറ്റൊരു നടിയും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ബാലചന്ദ്രകുമാർ അന്ന് പറഞ്ഞിരുന്നത്. കേസിന്റെ ആദ്യഘട്ടത്തിലെ ചോദ്യം ചെയ്യലിൽ കാവ്യ പലപ്പോഴും കരയുകയും ചില ചോദ്യങ്ങൾക്ക് വ്യക്തമല്ലാത്ത മറുപടികളുമായിരുന്നു നൽകിയിരുന്നത്. പൾസർ സുനിയെ തനിക്ക് അറിയില്ല എന്നും ഗായിക റിമി ടോമി വിളിച്ചപ്പോഴാണ് നടി ആക്രമിക്കപ്പെട്ട വിവരം അറിഞ്ഞതെന്നും കാവ്യ അന്നത്തെ ചോദ്യം ചെയ്യലിൽ പറഞ്ഞിരുന്നത്. 112 സാക്ഷി മൊഴികളും 300-ലേറെ അനുബന്ധ തെളിവുകളുമാണ് തുടരന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായി ക്രൈംബ്രാഞ്ച് കോടതിയിൽ നൽകിയത്. നടിയെ ആക്രമിച്ച കേസ് വിചാരണ അവസാന ഘട്ടത്തിൽ നിൽക്കവെയായിരുന്നു ദിലീപിനെതിരെ വെളിപ്പെടുത്തലുകളുമായി സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ കടന്നുവരവ്. നടിയെ ആക്രമിച്ച സംഭവത്തിലെ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ദിലീപും കൂട്ടരുമാണ്. വെളിപ്പെടുത്തൽ നടത്തിയ ബാലചന്ദ്രകുമാർ ചില ഓഡിയോ ക്ലിപ്പുകളും തെളിവായി പുറത്തുവിടുകയുണ്ടായി. ദിലീപ് ദൃശ്യങ്ങൾ വീട്ടിൽ വെച്ച് കണ്ടു എന്നതിനുള്ള ആരോപണം വലിയ കോളിളക്കമാണ് ഉണ്ടാക്കിയത്. കാവ്യ മാധവനെതിരെയും ആരോപണങ്ങൾ ഉയർന്നു. കാവ്യയെ പോലീസ് ചോദ്യം ചെയ്തുവെങ്കിലും പ്രതി ചേർത്തിട്ടില്ല. കേസിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കെട്ടിയിറക്കിയതാണ് ബാലചന്ദ്രകുമാറിനെ എന്നും ആരോപണങ്ങളെല്ലാം കള്ളക്കഥയാണ് എന്നുമാണ് പ്രതിഭാഗം ആരോപിച്ചത്. അതേസമയം നടിയെ ബലാത്സംഗം ചെയ്യാൻ 1.5 കോടി രൂപയാണ് തനിക്ക് ദിലീപ് പ്രതിഫലമായി വാഗ്ദാനം ചെയ്തത് എന്നാണ് സുനി പറയുന്നത്. മുഴുവൻ തുകയും തനിക്ക് കിട്ടിയിട്ടില്ല. ഇനിയും 80 ലക്ഷം രൂപ ലഭിക്കാനുണ്ട്. ആവശ്യം വരുമ്പോൾ പലപ്പോഴായി പണം വാങ്ങി ബലാത്സംഗം ചെയ്യാനാണ് കൊട്ടേഷൻ ലഭിച്ചത്. ബലാത്സംഗ ദൃശ്യം പകർത്താനും നിർദ്ദേശിച്ചു എന്നും പൾസർ സുനി പറഞ്ഞു. ദിലീപിന് നടിയോട് വൈരാഗ്യം ഉണ്ടാകാനുള്ള കാരണം കുടുംബം തകർത്തതാണ്. ബലാത്സംഗത്തിലൂടെ അതിജീവിതത്തെ പൂട്ടുകയായിരുന്നു ലക്ഷ്യമെന്നും സുനി പറയുകയാണ്.